ഈ ഹാദിയ സംഭവത്തില് ഹിന്ദുക്കൾക്ക് വലിയൊരു നൊമ്പരമുണ്ട്. അതെന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഹാദിയ മതം മാറി മറ്റൊരു മതം മാറുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറി എന്നല്ലേ അതിൻ്റെ അർത്ഥം വരുന്നത്. ഹാദിയയ്ക്ക് ഏത് മതമാണ് ഉണ്ടായിരുന്നത്? ഞാൻ അറിഞ്ഞിടത്തോളം, ഞാൻ വ്യക്തിപരമായിട്ട് നേരിട്ട് അറിഞ്ഞിടത്തോളം ഈ ഹാദിയുടെ വീട്ടില് അങ്ങനൊരു മതത്തിൻ്റെതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളും നടന്നിരുന്നില്ല. നിലവിളക്ക് പോലും കൊളുത്തിയിരുന്നില്ല. മാത്രമല്ല, അവരുടെ അച്ഛൻ വളരെ തീവ്രമായിട്ട് മതത്തിനെതിരായിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ചിന്താ പദ്ധതികൾ അതെന്തോ ആകട്ടെ, പക്ഷേ അദ്ദേഹം ഒരു മതവാദിയായിരുന്നില്ല, മതത്തിനെതിരായിരുന്നു, മതത്തെ അപമാനിക്കുന്ന ഒരാളായിരുന്നു. മതം എന്ന് പറഞ്ഞാൽ വെറും ഭ്രാന്താണ്. മനുഷ്യന് ഈ നൊസ് പിടിക്കുന്ന ആൾക്കാരാണ് അത്രേ മതത്തിന്റെ ആൾക്കാരായിട്ട് മാറുക. അപ്പൊ അങ്ങേരുടെ വീട്ടിൽ നിന്നൊരു കുട്ടി, അങ്ങേരും അങ്ങേരുടെ ഭാര്യയും അങ്ങേരുടെ മകളും, അപ്പൊ അവരെ നമ്മൾക്ക് ഹിന്ദുക്കൾ എന്ന് പറയാൻ പറ്റുമോ? സർട്ടിഫിക്കറ്റിനകത്ത് HINDU എന്ന് എഴുതി കഴിഞ്ഞാൽ അയാളൊരു ഹിന്ദു ആകൂ? അങ്ങനെ എഴുതിയതിന്റെ പേരിൽ ഹിന്ദുക്കള് അങ്ങനെ ഒരു പന്താവ് പിന്തുടരുന്ന ഒരാളെ, അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഹിന്ദുക്കൾ എന്തിനാ സങ്കടപ്പെടുന്നത്? ഇവിടെ ഹാദിയ ഉച്ചേസ്ത്രം ഉദ്ഘോഷിക്കുകയാണ് ചെയ്യുന്നത്. എത്രയോ മുസ്ലിം ആളുകളുണ്ട്, അവര് പറഞ്ഞു നടക്കാറുണ്ടോ? പക്ഷെ ഹാദിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ഡോക്ടറാണ്. ഇത്രയും കാലഘട്ടത്തോളം മതം എന്താണെന്ന് ഒന്നും അറിയില്ലായിരുന്നു. മതം എന്ന് പറഞ്ഞാൽ ഏതോ മേഘവാളികൾക്കിടയിൽ ഇരിക്കുന്ന ഏതോ ദൈവത്തിനെ കാല് പിടിച്ച് ഇങ്ങനെ താഴോട്ട് വലിച്ചു കൊണ്ടുവന്ന് അയാളെ മറ്റെന്താ പറയാ, കുളത്തിൽ നിന്ന് വിട്ട ഭൂതം എന്തോ പറയില്ല, എല്ലാം സാധിപ്പിച്ചു തരുന്ന ഭൂതം. അതുപോലെയാണ് ഹിന്ദുക്കൾ അങ്ങനെയാണല്ലോ കരുതി വെച്ചിട്ടുള്ളത്. അതൊക്കെയാണെന്ന് ആ കുട്ടിയും കണ്ടിട്ടുണ്ടാകുക. പക്ഷെ അതിന്റെ യഥാവിധ കാര്യങ്ങൾ, ഒരു മതം എന്താണ്, അതൊരു ജീവിത പന്ഥാവിനെ തെര്യപ്പെടുത്തുന്നതാണ്, അതൊരു അതിജീവന പദ്ധതിയെ സുഭദ്രമാക്കുന്നതാണെന്ന് ആദ്യമായിട്ട് ആ കുട്ടി അറിയുന്നത് മുസ്ലിം സുഹൃത്തുക്കളിൽ നിന്നാണ്. സ്വാഭാവികമായിട്ട് ആ കുട്ടി അങ്ങോട്ട് മാറി, ഒരു പ്രേമിച്ചൊരു വിവാഹവും കഴിച്ചു. ആ കുട്ടി വളരെ എക്സൈറ്റഡ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ മുസ്ലിമാണെന്ന് വീണ്ടും വീണ്ടും ഉറക്കെ വിളിച്ചു പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആ കുട്ടി ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക്, അതിന്റെ പേരിലാണ് മതമാറ്റം. അങ്ങനെ സംഭവിച്ചിട്ടില്ല. ആ കുട്ടി ഈ പ്രായത്തിലാണ് ഒരു മതത്തിൽ ചേരുന്നത്. ഇപ്പോഴാണ് ആ കുട്ടിക്ക് ഒരു മതമുണ്ടാകുന്നത്. അച്ഛനമ്മമാര് മതത്തെ അപമാനിക്കാനാണ് പഠിപ്പിച്ചത്. ഈ കുട്ടി ഒരു മതത്തിൽ അഭിമാനിക്കാനാണ് പഠിച്ചത്. ഇപ്പൊ നമ്മൾ ഏത് പക്ഷത്താണ് നിൽക്കേണ്ടത്? ഈ ഒരു പ്രവണത, തന്റെ അസ്മിത എന്താണെന്നും തന്റെ ഐഡന്റിറ്റി എന്താണെന്നും തന്റെ ജീവിത പന്താവിന് ഒരു തെളിമ വേണം, അതിനൊരു തനിമ വേണം, അതിനൊരു പെരുമ വേണം. അതിൻ്റെതായിട്ടുള്ള ഞാൻ നയിക്കുന്ന ജീവിതം ഇന്ന തരത്തിലാണ് എന്നൊരു അഭിപ്രായമാണ് മതം. ഇപ്പൊ കുട്ടിയത് പറയാൻ കഴിയുന്നുണ്ട്. എൻ്റെ ജീവിത രീതി മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം കൽപ്പിക്കുന്ന ഹദീസുകളും ആയത്തുകളും അനുസരിച്ചാണ് എന്ന് പറയാൻ ആ കുട്ടിക്ക് കഴിയുന്നുണ്ട്. അതിൽ ആ കുട്ടി ഊറ്റം കൊള്ളുന്നുണ്ട്. അതിന്റെ പേരിൽ ആ കുട്ടിയെ എന്തിനാ പഴിക്കുന്നത്? പ്രത്യേകം ഹിന്ദുക്കൾ എന്തിനാ പഴിക്കുന്നത്? ആ കുട്ടി ഹിന്ദു ആയിരുന്നില്ലല്ലോ. ആ കുട്ടിയുടെ വീട്ടുകാർ ഹിന്ദു ആയിരുന്നില്ല എന്ന് മാത്രമല്ല, മതങ്ങൾക്ക് മുഴുവൻ എതിരായിരുന്നു, ഹിന്ദു മതത്തിന് പ്രത്യേകിച്ചും എതിരായിരുന്നു. ഇപ്പൊ ഒരു പോസ്റ്റ് കണ്ടു, ആ കുട്ടിയുടെ അമ്മയ്ക്ക് വേണ്ടി അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? അവർ ചെയ്യാത്ത തെറ്റിന് അവരനുഭവിക്കുന്ന സങ്കടങ്ങൾ, അവിടേക്കല്ലേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ഇത് തലവെച്ച് കൊടുക്കുകയല്ലേ ചെയ്തത് ഈ അച്ഛനും അമ്മയും? പിന്നെ ആരെന്ത് പ്രാർത്ഥിക്കാൻ? ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ചില സത്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആരെയും വേദനിപ്പിക്കാൻ, ഇവിടെയുള്ള ഹിന്ദു വർഗത്തിനെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ മുസ്ലിം മതത്തിന് കുറച്ചിങ്ങനെ സ്നേഹം പുരട്ടി കൊടുക്കാനോ അതിനൊന്നും വേണ്ടിയിട്ടല്ല ഞാൻ ഈ പറയുന്നത്. ഇതൊരു സത്യമാണ്. ഞങ്ങളേക്കും കൂടിയിരുന്ന് സംസാരിച്ചപ്പോൾ ഉരുത്തിരിഞ്ഞൊരു സത്യമാണ്. അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നോക്കുക, ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ
എന്നും പറയുന്നൊരു കാര്യമുണ്ട്, അഴിച്ചിട്ട കാളകളുടെ പോലെ കുട്ടികളെ അവർക്കൊരു ജീവിത പന്താവ് തെര്യപ്പെടുത്താതെ, ഒരു അതിജീവന പദ്ധതി മുന്നിൽ തുറന്നു കാണിക്കാതെ, അവരുടെ ഭാവി സുഭദ്രമാക്കാത്ത രീതിയിൽ ഇങ്ങനെ മതങ്ങളെയും മതസംഹിതകളെയും കാലങ്ങളുടെയും ദേശങ്ങളിലൂടെയും മറികടന്നു വന്ന് പൂർവ്വസൂരികളുടെ സന്ദേശങ്ങൾ ഏറ്റുവാങ്ങി ഏൽപ്പിച്ചു കൊടുക്കാതെ അച്ഛനമ്മമാര് തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാൽ ഇനിയും മാറത്തടിയും നിലവിളിയും ഉയരും. അതിന്റെ പേരിൽ ആരും പ്രാർത്ഥനയും വേണ്ട, ആരുടെയും സഹതാപവും അവിടേക്ക് ഇങ്ങനെ ഒഴുക്കി വിടേണ്ടതില്ല. അത് സ്വയം കൃതാനർത്ഥമാണ്. സ്വയം കൃതാനർത്ഥം. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുന്നേ വരൂ. അശോകന്റെ കാര്യം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. നമസ്കാരം.